നേടുവാൻ ലക്ഷ്യങ്ങൾ നേടിയിടുവാൻ തീയായി കത്തും കണ്ണിൽ അശ്വം പോലെ പായാൻ പകരുന്നേ വീരം നെഞ്ചിൽ എന്നും മുന്നേറിടുവാൻ പുതിയൊരു ലോകം കാണട്ടെ വിജയപ്പടവുകൾ കേറട്ടെ അറിവിൻ ഉലകിൽ വാഴട്ടെ തിരിതെളിയട്ടെ കരഘോഷങ്ങൾ ഉയരട്ടെ അഭിമാനക്കൊടി പാറട്ടെ ലോകം കയ്യിൽ ചേരട്ടെ Brilliant Medical Victory Day 2025. പതിനായിരക്കണക്കിലധികം വിദ്യാർത്ഥികളും മാതാപിതാക്കളും അടങ്ങുന്ന അതിഗംഭീരമായൊരു സദസ്സ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള താരങ്ങളുടെ, സാംസ്കാരിക നായകന്മാരുടെ, രാഷ്ട്രീയ നേതാക്കളുടെ വലിയൊരു നിര. കോടിക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പുകൾ, ഗോൾഡ് മെഡലുകളെല്ലാമായി കേരളത്തിൽ നിന്നും 2025 MBBS അഡ്മിഷൻ നേടാൻ പോകുന്ന 90% വിദ്യാർത്ഥികളും പാലാ ബ്രില്യന്റിൽ നിന്നുള്ളവർ തന്നെയെന്ന് കേരളം വിശ്വസിക്കുന്ന അതിഗംഭീരമായ ഇവന്റ് യെസ് മെഡി കോൺകർ 2025. ജൂലൈ 12-ാം തീയതി അങ്കമാലിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിന് മുന്നിൽ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമായി വിദ്യാർത്ഥികളും മാതാപിതാക്കളും അണിനിരക്കുന്നു. അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിലെ പാർക്കിംഗ് ഏരിയ മുഴുവൻ 14 ജില്ലകളിൽ നിന്നും എത്തിയ നിരവധി വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും വാഹനങ്ങളാൽ നിറയുന്നു. '25 നീറ്റ് എക്സാം ഹാളിൽ നിന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി വന്ന ബ്രില്യന്റിലെ മക്കളും അവരുടെ മാതാപിതാക്കളും പുത്തൻ പുതുപ്രതീക്ഷയോടെയാണ് ഡോക്ടർ സ്വപ്നത്തിന്റെ ആദ്യ പടിയിലെത്തിയെന്ന ആത്മവിശ്വാസത്തോടെയാണ് ബ്രില്യന്റ് വിക്ടറി ഡേയുടെ സദസ്സിലേക്ക് കടന്നു വന്നത്. ബ്രില്യന്റ് വിക്ടറി ഡേയിലേക്ക് എത്തിയ 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും കണ്ണിൽ അഭിമാനം നിറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയുടെ ഒരു മാസ വരവുണ്ട് ബ്രില്യന്റ് മെഡിക്കൽ വിക്ടറി ഡേയുടെ വേദിയിലേക്ക്. ആർപ്പുവിളികളും ആരവങ്ങളുമായി വിദ്യാർത്ഥികളും മാതാപിതാക്കളും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയെ സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും അഭിനേതാവുമായ മലയാളികളുടെ എക്കാലത്തെയും ഫേവറേറ്റ് ആക്ടർ ശ്രീ സുരേഷ് ഗോപിയാണ് ബ്രില്യന്റ് മെഡിക്കൽ വിക്ടറി ഡേയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഒപ്പം കേരള 1ാം സ്ഥാനം കരസ്ഥമാക്കി ബ്രില്യന്റ് നൽകിയ 25 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നേടിയ ദീപ്നിയും വേദിയിലെ നിറസാന്നിധ്യമായിരുന്നു. ഉദ്ഘാടന വേദിയിൽ ബ്രില്യന്റ് ഡയറക്ടേഴ്സും മലയാള മനോരമ മാർക്കറ്റിംഗ് വിഭാഗം വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വർഗീസ് ചാണ്ടിയും മാന്നാനം KE പ്രിൻസിപ്പൽ ജെയിംസ് മുല്ലശ്ശേരി അച്ഛനുമുണ്ടായിരുന്നു. പിന്നീട് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി വേദിയിലെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഇൻസ്പയറിംഗ് ആവും വിധം സംസാരിച്ചു. ബ്രില്യന്റിന്റെ ബ്രില്യൻസ് ലെറ്റ് ഇറ്റ് സ്പ്രെഡ് ദ വേൾഡ് ഓവർ. ഐ ആം സോ ഹാപ്പി ദാറ്റ് ഐ ആം അമംഗ്സ്റ്റ് ചിൽഡ്രൻ ഓഫ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. യു ആർ ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ. ഞാൻ കുഞ്ഞുങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന മാതാപിതാക്കളെയും അവരെ ഇത്തരത്തിൽ വളരെ വലിയ സംഭാവന ഈ രാജ്യത്തിനും രാജ്യം വഴി ലോകത്തിനും ഒരുപക്ഷെ നൽകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുടെ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുള്ള, അവർക്ക് ശക്തി പകർന്നിട്ടുള്ള അധ്യാപക അനധ്യാപക വൃന്ദത്തെയും ഞാനിവിടെ ഈ വേദിയിൽ നിന്ന് നമിക്കുകയാണ്. ഒരേ ഒരു എയിംസ് ആയിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്, ഡൽഹിയിൽ എയിംസ് മാത്രമായിരുന്നു. ഏതാണ്ട് 27 എയിംസോ മറ്റോ ആണുള്ളത്. എക്സാക്ട് നമ്പർ ഐ ജസ്റ്റ് ഡോണ്ട് റിമെമ്പർ. ഐ ന്യൂ ദിസ്. ഇനിയും കേരളമടക്കമുള്ള പ്രദേശത്തേക്ക് എയിംസ് വരാൻ 1-2 വർഷത്തെ കാലതാമസമേ ഉണ്ടാവും.
ഇവിടെ 25 ലക്ഷം രൂപ തുടങ്ങി സമ്മാനങ്ങൾ നേടിയിട്ടുള്ള കുഞ്ഞുങ്ങളെ എല്ലാം അനുമോദിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇവിടെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത്രയും വലിയ പാരിതോഷികം ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം മലയാളികളുടെ മനസ്സിൽ എക്കാലവും ജീവിക്കുന്ന മനോഹരമായ ഒരു പാട്ട് സുരേഷ് ഗോപി വേദിയിൽ നിന്നും ആലപിച്ചു. ഇളയ നില പൊഴിகிறதே இதயம் வரை நனைகிறதே உலா போகும் மேகம் கனா காணுமே விழா காணுமே வானமே இளைய நிலா பொழிகிறதே இதயம் வரை நனைகிறதே உலா போகும் மேகம் கனா காணுமே விழா காணுமே வானமே. 2200-ലധികം വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളുമായി 10,000-കണക്കിലധികം ആളുകളാണ് ചടങ്ങിന്റെ ഭാഗമായത്. സുരേഷ് ഗോപിക്കൊപ്പം മറ്റ് നിരവധി വിശിഷ്ടാതിഥികൾ കൂടി ഉണ്ടായിരുന്നു. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ്, ശ്രീ ബെന്നി ബെഹന്നാൻ MP, ശ്രീ റോജി M ജോൺ MLA, തൃശൂർ ജില്ലാ പോലീസ് മേധാവി ശ്രീ B കൃഷ്ണകുമാർ IPS, KSERC ചെയർമാൻ ശ്രീ TK ജോസ് IAS, CBSE സ്കൂൾ ദേശീയ സെക്രട്ടറി ജനറൽ ഡോക്ടർ ഇന്ദിര രാജൻ, മലയാള മനോരമ മാർക്കറ്റിംഗ് വിഭാഗം വൈസ് പ്രസിഡന്റ് ശ്രീ വർഗീസ് ചാണ്ടി, ഹൈക്കോടതി ജസ്റ്റിസ് G ഗിരീഷ്, ഇവരെല്ലാം ബ്രില്യൻ വിക്ടറി ഡേയിലെ വിശിഷ്ടാതിഥികളായിരുന്നു. നീറ്റ് 2025 കേരള 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ദീപ്നിയുടെയും പേരൻസിന്റെയും വാക്കുകൾ അവിടേക്കെത്തിയ ഓരോ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും പ്രചോദനം നൽകുന്ന ഒന്നായിരുന്നു. ബ്രില്യന്റിലെ ആദ്യ ദിനം ചേർന്നതു മുതൽ വിക്ടറിയുടെ സ്വപ്നം കണ്ട ഒരാളാണ് ഞാനും. എല്ലാ വിദ്യാർത്ഥികളെയും പോലെ ഈ വേദിയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, ഏറെ അഭിമാനം. ആദ്യ ദിനം മുതൽ തന്നെ അത്യാവശ്യം ടെൻഷനോടൊക്കെ തന്നെയാണ് ഞാൻ ക്ലാസ്സിന് പോയത്. എന്താവും റിസൾട്ട്, എനിക്ക് കിട്ടുമോ എന്നൊക്കെ എനിക്ക് ഫസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നല്ല നല്ല ക്ലാസ്സുകൾ നമ്മുടെ ഫാക്കൽറ്റീസിനെ പറ്റി എടുത്തു പറയേണ്ടതാണ്. എത്രത്തോളം ഒരു കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആകുന്നവരെ അവർ പറഞ്ഞു തരും. എത്രത്തോളം ഡൗട്ട് ഉണ്ടോ അതൊക്കെ ക്ലിയർ ആക്കി തന്നുകൊണ്ട് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും. ആ ക്ലാസ്സുകളൊക്കെയാണ് എനിക്ക് പറ്റും, എന്നെക്കൊണ്ട് നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസം എനിക്ക് ഉണ്ടാക്കി തന്നത്. പിന്നെ ബ്രില്യൻറ്റിൻ്റെ ഡയറക്ടേഴ്സ് 4 പേരും ഞാൻ കോഴിക്കോട് സെൻറ്ററിലാണ് പഠിച്ചത്. അവിടുത്തെ ചാർജ് ഉണ്ടായിരുന്ന ജോർജ് സാർ, സാറൊക്കെ വരുമ്പോൾ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഒരു റിലീഫ് പോലെയാണ്. സാറിൻ്റെ വാക്കുകളൊക്കെയാണ് നമുക്ക് ഏറ്റവും മോട്ടിവേഷനായിട്ട് മാറിയിട്ടുള്ളത്. അതുപോലെ സെൻട്രൽ കോർഡിനേറ്റർ ജോർജ് സാർ, എൻ്റെ ക്ലാസ് ടീച്ചർ ആതിര മിസ്, എല്ലാവരും ഏതൊരു വീഴ്ചയിലും നമുക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിന്നവരാണ്. ഈ ഒരു വിജയത്തിൽ അവരെയൊക്കെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. വളരെയേറെ സന്തോഷമാണ് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. മകളെ താഴെ ക്ലാസ്സുകളിൽ നിന്ന് മുതൽ പഠിപ്പിച്ച് മുകളിലോട്ട് എത്തിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അധ്യാപകർ, അവസാനമായി എൻട്രൻസ് പരിശീലനത്തിന് ഏറ്റവും മെച്ചപ്പെട്ട പരിശീലനം നൽകിയ ടീം ബ്രില്യൻറ്റ്, ബിഗ് സല്യൂട്ട്. അപ്പോൾ മകള് എൻട്രൻസ് എക്സാമിൽ എന്തായാലും ഇടം പിടിക്കുമെന്ന് എനിക്ക് ആദ്യം ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ 1ാം റാങ്ക് കിട്ടിയത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സംസ്ഥാനത്ത്. അപ്പോൾ എന്തായാലും മകളെ റിപ്പീറ്റിന് ചേർക്കുമ്പോൾ ഞങ്ങൾക്ക് എവിടെ ചേർക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥാപനമാണ് ബ്രില്യൻറ്റ്. കേരള 1ാം സ്ഥാനം ലഭിച്ച ദീപ്നിയയ്ക്ക് 25 ലക്ഷം രൂപയും ഗോൾഡ് മെഡലും നൽകിയാണ് ബ്രില്യൻ വിക്ടറി ഡേയിൽ ബഹുമാനപ്പെട്ട TK ജോസ് IAS ദീപ്നിയെ ആദരിച്ചത്. കേരള 2ാം സ്ഥാനം കരസ്ഥമാക്കി ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയും നടനുമായ ശ്രീ സുരേഷ് ഗോപി സാറിന്റെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നേടിയ ഷെഫിൻ മൻസൂറും ബ്രില്യൻ വിക്ടറി ഡേയുടെ നിമിഷങ്ങളെ കുറിച്ച് വാചാലനായി.
അപ്പൊ 2025 ഏറ്റവും കഠിനമായ നീറ്റ് എക്സാമിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടി കേരള 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഷെഫിൻ മൻസൂറിനൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. ഷെഫിൻ ഇവിടെ നിൽക്കുന്നത് 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ഒക്കെ നേടിയാണ്. ഷെഫിൻ, ബ്രില്യൻ വിക്ടറി ഡേ അതൊരു സ്വപ്നമായിരുന്നു, ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നീറ്റിന് നല്ലൊരു സ്കോർ നേടണം എന്നുള്ളത്. അത് ആദ്യം അച്ചീവ് ചെയ്തു. കേരള 2ാം സ്ഥാനം കരസ്ഥമാക്കുന്നു. ബ്രില്യൻ വിക്ടറി ഡേയിലേക്ക് എത്തുന്നു. 10 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നേടി നിൽക്കുന്നു. ഈ ഒരു നിമിഷം എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്രയും വലിയൊരു കൺവെൻഷൻ സെന്ററിൽ വന്ന് ഇത്രയും വലിയൊരു അവാർഡ് വാങ്ങാന്ന് പറഞ്ഞ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും എനിക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റി. എല്ലാവരും എന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. എനിക്ക് അഫ്കോഴ്സ് ഡ്രീം മൊമെന്റ് ആണ്, ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ പോകുന്നില്ല. താങ്ക് യു സോ മച്ച് ടു ബ്രില്യൻ. ഒരു കാര്യം കൂടെ, എങ്ങനെ ആരാണ് അവാർഡ് തന്നത്? അവിടെ എനിക്ക് സുരേഷ് ഗോപി എൻ്റെ ഏറ്റവും ഇൻസ്പിറേഷനായ ഒരു ആക്ടറാണ്. എനിക്ക് നേരിട്ട് അവാർഡ് തന്ന് എന്നെ കെട്ടിപ്പിടിച്ച് സോ ഹാപ്പി. എൻ്റെ ഒരു ഡ്രീം മൊമെന്റ് തന്നെയാണെന്ന് എനിക്ക് പറയാം. സോ ഹാപ്പി ടു ബി ഹിയർ. കേരള 3ാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് സാറിന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ ഏറ്റുവാങ്ങിയ സബീഹയും കുടുംബവും ബ്രില്യൻ വിക്ടറി ഡേയുടെ അനുഭവം പങ്കുവച്ചു. അപ്പോൾ 2025 നീറ്റ് എക്സാമിൽ കേരള 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ഏറ്റവും മിടുക്കിയായ വിദ്യാർത്ഥി സബീഹയ്ക്കൊപ്പമാണ്, സബീഹയുടെ ഫാമിലിക്കൊപ്പമാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എന്ത് തോന്നുന്നു മോളെ, ഈ ബ്രില്യൻ വിക്ടറി ഡേയിലേക്കൊക്കെ എത്തി ഇത്ര വലിയൊരു ഫംഗ്ഷൻ, ബഹുമാനപ്പെട്ട മന്ത്രി മോളെ വേദിയിൽ നിർത്തി എൻറ്റയർ ഫാമിലി ആദരിക്കുന്നു, ആ ഒരു നിമിഷമൊക്കെ എന്ത് തോന്നി മോൾക്ക്? വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ ബ്രില്യന്റ് ജോയിൻ ചെയ്തപ്പോൾ തന്നെ ആഗ്രഹിച്ച ഒരു മൊമെന്റ് ആയിരുന്നു ഇത്. സോ അത് ഇന്ന് ഫുൾഫിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ബ്രില്യന്റിനോട് വളരെയധികം നന്ദി പറയാനുണ്ട്. കാരണം ബ്രില്യന്റ് ജോയിൻ ചെയ്ത ഏതൊരു വിദ്യാർത്ഥിയുടെയും ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് വിക്ടറി ഡേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നതാണ്. സോ ആ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്ത് എനിക്കിങ്ങനെ സംസാരിക്കാനെല്ലാം അവസരം തന്ന ബ്രില്യന്റിനോട് ഞാൻ എന്റെ ഏറ്റവും വലിയ നന്ദി പറയുന്നു. മോളെ വേദിയിൽ 10,000-കണക്കിലധികം പേരൻസിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഇൻസ്പിറേഷണൽ ഒരു ടോക്കായിരുന്നു. അപ്പോൾ മോളെ എക്സ്പീരിയൻസ് ചെയ്ത മോളുടെ ആ ഒരു നിമിഷം, എല്ലാവരും ഫേസ് ചെയ്ത് സംസാരിക്കുന്നു, ആ ഒരു നിമിഷത്തെ കുറിച്ചൊക്കെ പറയാം. നമ്മുടെ ബ്രില്യൻ വിക്ടറി ഡേയിലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എല്ലാ മൊമെന്റ്സിനെ കുറിച്ച് പറയാമോ? ബ്രില്യൻ വിക്ടറി ഡേ എന്ന നിമിഷം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പ്രതീക്ഷിച്ച നിമിഷമായിരുന്നു. പക്ഷെ ഞാൻ ആ സ്റ്റേജിൽ കയറിയ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് പറയാൻ പറ്റിയില്ല. ഞാൻ കുറേ കാര്യങ്ങൾ വിചാരിച്ചാണ് സ്റ്റേജിൽ കയറിയത്. പക്ഷെ സ്റ്റേജിൽ കയറിയപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും കുറേ കാര്യങ്ങൾ വിട്ടുപോയി. സോ നല്ലൊരു ഇവന്റ് ആയിരുന്നു ഇത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കിട്ടിയത്. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നല്ല പോസിറ്റീവ് വൈബായിരുന്നു ത്രൂ ഔട്ട് ദ ഇവന്റ്. നല്ല എൻജോയ് ചെയ്തു. കേരള 4ാം സ്ഥാനവും 5 ലക്ഷം രൂപയും കരസ്ഥമാക്കിയ NR രാംനാഥും ഫാമിലിയും ചടങ്ങിലെ ഓരോ നിമിഷവും അതിലൂടെ അവർക്കുണ്ടായ സന്തോഷവും പങ്കുവച്ചു. അപ്പോൾ വിക്ടറി ഡേയുടെ പ്രൗഢഗംഭീരമായ സദസ്സിൽ എല്ലാവരും ഏറെ അഭിമാനത്തോടു കൂടി നോക്കിയ മറ്റൊരു വിദ്യാർത്ഥിയാണ് NR രാംനാഥ്. കേരള 4ാം സ്ഥാനം കരസ്ഥമാക്കിയ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി. നമുക്ക് കാണാം പ്രൗഡ് പേരൻസ് ഒക്കെ 5 ലക്ഷം രൂപയുടെ ചെക്കൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മോനെ, ബ്രില്യൻ്റെ വിക്ടറി ഡേയുടെ വേദിയിൽ കയറി കുറേ നാളത്തെ കഷ്ടപ്പാടുണ്ട് അറിയാം ഈ ഒരു വേദിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആ വേദിയിൽ കയറിയപ്പോൾ മോന് തോന്നിയ ഫീലിങ്സ് എന്തൊക്കെയാണ്? എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷമായിരുന്നു തോന്നിയത്. ഞാൻ സുരേഷ് ഗോപി സാറിന്റെ നിന്നാണ് ചെക്കും പ്രൈസും മേടിച്ചത്. ഭയങ്കര നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം ഉണ്ടായിരുന്നു. എനിക്കത് വാക്കുകളിൽ കൂടെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. കേരള 5ാം സ്ഥാനവും 3 ലക്ഷം രൂപയും സ്കോളർഷിപ്പായി നേടിയ ചെൽസിയും കുടുംബവും ബ്രില്യന്റിന്റെ അതിഗംഭീരമായ വിക്ടറി ഡേയുടെ ഓരോ നിമിഷവും അതിലൂടെ ചെൽസിയയ്ക്കും ചെൽസിയുടെ കുടുംബത്തിനുമുണ്ടായ ഹാപ്പിനെസ്സും ഹൃദയത്തിൽ നിന്നും പങ്കുവച്ചു. അപ്പോൾ നീറ്റ് 2025 കേരള 5ാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ സ്വന്തം ചെൽസിക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. ചെൽസിക്കൊപ്പം മാത്രമല്ല, എൻ്റയർ ഫാമിലി വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. എന്ത് തോന്നി ഇന്ന് ബ്രില്യൻ വിക്ടറി ഡേയുടെ വേദിയിൽ കയറിയപ്പോൾ? വളരെ സന്തോഷം തോന്നി. പ്രോഗ്രാം ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഒരു സ്വാഭാവികമായിട്ടും ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ വിജയമാണ് അല്ലെ? അതിൽ അഭിമാനിക്കാം മോൾക്ക്. ആ അഭിമാനം ഇന്ന് അതിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലെത്തി വേദിയിൽ നിന്നപ്പോൾ, പേരൻസുമായിട്ട് നിന്നപ്പോൾ ഉള്ള ആ ഒരു നിമിഷത്തെ കുറിച്ച്. അത് ഇവിടെ വന്നപ്പം അഡ്മിഷൻ ആയിരുന്നു മെയിൻ. അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളത്. ഒരു MBBS അഡ്മിഷൻ ആയിരുന്നു മെയിൻ. ഓക്കെ. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു നല്ല പ്രൈസ് കിട്ടണം എന്നൊക്കെ തോന്നി. ഇപ്പം എക്സാം ഒക്കെ കഴിഞ്ഞപ്പം വിചാരിച്ചതിലും വലിയൊരു പ്രൈസ് കിട്ടി, ഇവിടെ ഇറങ്ങാൻ പറ്റി. ഒത്തിരി സന്തോഷം അതിൽ. വിക്ടറി ഡേയിൽ വിദ്യാർത്ഥികളെ ഒന്ന് പവറാക്കാൻ തമിഴ് സിനിമയിലും മലയാള സിനിമയിലും ടെലിവിഷൻ രംഗത്തും എല്ലാം നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന അശ്വിൻ കുമാറിന്റെ പ്രസൻസ് അത് വേറെ ലെവലായിരുന്നു. नमस्कार देवी और सजनों, अच्छे डॉक्टर्स के हवाले में है और वो है आप लोग. Where there is righteousness in the heart, there is beauty in the character.
When there is beauty in the character, there is harmony in the home. When there is harmony in the home, there is order in the nation. And when there is order in the nation, there is peace in the world. நிஜமா சொல்கிறேன், நாளைக்கு இந்த நாட்டுடைய கனவு எல்லாமே பூர்த்தி பண்ண வேண்டியது உங்கள் வேலை, உங்கள் டியூட்டி, உங்கள் பொறுப்பு. ஆனால் அந்த பொறுப்பு கரெக்டாக அதை மைண்டில் வச்சுட்டு அது ஸ்ட்ரெயிட்டாக அடிக்கணும், அவ்வளோதான். ஸோ அத்தனை ஸ்டூடெண்ட்ஸுக்கும், பசங்களுக்கும், குழந்தைகளுக்கும், உங்களுடைய அம்மா அப்பாவுக்கு என்னுடைய மனமார்ந்த வாழ்த்துக்கள். நன்றி, வணக்கம். Kamal Haasan, in front of you, having achieved so much, I am no way different from you. We are just the same, all of us together. So always believe that nothing is impossible. പിന്നീട് ഗുരുവന്ദനമായിരുന്നു. ഗുരുകിരണം ധരതൊടുമീ നേരം ഇരുളകലും. കഠിനമേറിയ നീറ്റ് എക്സാമിൽ ഇത്ര വലിയ വിജയം നേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിയ അധ്യാപകരെല്ലാം ഇനി അങ്ങോട്ടുള്ള അവരുടെ നല്ല ഭാവിക്കായി അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിച്ച രംഗം വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ല. വന്ദനം 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 വന്ദനം. പിന്നീട് ചടങ്ങിലേക്ക് എത്തിയ 10,000-കണക്കിന് വിദ്യാർത്ഥികളും മാതാപിതാക്കളും അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞു. ഒരുപാട് സന്തോഷത്തോടെ തങ്ങൾക്ക് ലഭിച്ച മൊമെന്റോ ഉയർത്തി ബ്രില്യന്റിനോടുള്ള സ്നേഹം ഓരോ വിദ്യാർത്ഥികളും മാതാപിതാക്കളും കാട്ടിത്തന്നു. അവിടേക്ക് എത്തിയ 10,000-കണക്കിലധികം വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒരേപോലെ സദസ്സിനെ മനോഹരമാക്കിയ രംഗം ബ്രെത്ത് ടേക്കിംഗ്ലി ബ്യൂട്ടിഫുൾ. അതിഗംഭീരമായ ചടങ്ങിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മ്യൂസിക് ബാൻഡായ ടീം ചെമ്മീന്റെ ഒരു കിടിലൻ പെർഫോമൻസ് ഉണ്ടായിരുന്നു. കാറ്ററിംഗ് രംഗത്ത് കേരളത്തിൽ മുന്നിൽ നിൽക്കുന്ന നിള കാറ്റേഴ്സിന്റെ ഫുഡ് വളരെ സ്വാദിഷ്ടമായിരുന്നുവെന്ന് മാതാപിതാക്കൾ തന്നെ അഭിപ്രായപ്പെട്ടു. അറേഞ്ച്മെന്റ് ഫുഡിന്റെ നമ്മൾ ആദ്യം ഇത്ര ക്രൗഡിൽ എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നു, പക്ഷെ അത് വെരി വെൽ മാനേജ്ഡ്. അത് നോ വേർഡ്സ് ടു സേ. ഫുഡൊക്കെ സൂപ്പർ ആയിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രിങ്ക്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീ, ഡിഫറെന്റ് ഫ്ലേവറിലുള്ള ടീ, ഇതെല്ലാം വളരെ നല്ലതായിരുന്നു. ആൻഡ് ദ ലഞ്ച് ഇസ് ഓൾസോ സോ നൈസ്. വി റിയലി എൻജോയ്ഡ്. താങ്ക് യു സോ മച്ച് ബ്രില്യൻ. ഒരുപാട് സന്തോഷത്തോടെ ആത്മനിർവൃതിയോടെ ഭക്ഷണവും ബ്രില്യന്റിലെ വിക്ടറി ഡേയും എല്ലാം ആഘോഷിച്ച് അവർക്ക് പ്രിയപ്പെട്ട ബ്രില്യന്റ് ഫാമിലിയിലെ ഓരോ അംഗങ്ങൾക്കും ഒപ്പം നിന്ന് ഫോട്ടോയും എടുത്ത് വരുന്ന വർഷത്തെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാവുന്ന ഒരുപാട് അനുഭവങ്ങളും പങ്കുവച്ച് 14 ജില്ലകളിൽ നിന്നെത്തിയ 10,000-കണക്കിന് വിദ്യാർത്ഥികളും മാതാപിതാക്കളും അവരുടെ വീടുകളിലേക്ക് യാത്രയായി. ഇതിലും ഗംഭീര വിക്ടറി ഡേയുമായി ബ്രില്യന്റിന് എത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. യെസ്, ബ്രില്യന്റ് സക്സസ് തുടരും. Brilliant Study Center.
India's #1 coaching center for NEET and JEE.